പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. സൗദി വിഷൻ 2030 അന്തിമഘട്ടത്തിലേക്ക്. രാജ്യം സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായി റിപ്പോർട്ട്. സൗദി അറേബ്യയുടെ വിഷൻ 2030 സംരംഭം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. 9 വർഷം മുമ്പ് ആരംഭിച്ചതിനു ശേഷം അതിന്റെ സൂചകങ്ങളിൽ 93% പൂർണ്ണമായോ ഭാഗികമായോ നേടിയിട്ടുണ്ടെന്ന് ഏറ്റവും പുതിയ ഔദ്യോഗിക റിപ്പോർട്ട് പറയുന്നു. സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക, പൗരന്മാരെ ശാക്തീകരിക്കുക, പ്രാദേശിക അന്തർദേശീയ നിക്ഷേപങ്ങൾക്ക് ഊർജ്ജസ്വലമായ അന്തരീക്ഷം വളർത്തുക എന്നിവ ലക്ഷ്യമിടുന്നതാണ് വിഷൻ 2030 പരിപാടി. 2030 ആകുമ്പോഴേക്കും എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കാനാണ് പദ്ധതി. എന്നാൽ 5 വർഷം കൂടി ശേഷിക്കെ 85% സംരംഭങ്ങളും പൂർത്തിയായി. 2030 പ്രതിവർഷം രാജ്യത്തെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം 10 കോടിയായി ഉയർത്താൻ ലക്ഷ്യമിട്ടത് കഴിഞ്ഞ വർഷത്തോടെ മറികടന്നു. തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ സാന്നിധ്യം 30% ലക്ഷ്യം ഇതിനോടകം 33.5%. ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിലും ലക്ഷ്യം കവിഞ്ഞു. ഇതൊക്കെയാണ് വിഷൻ 2030 സംരംഭം കൈവരിച്ച നേട്ടങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകി ലോകം. ലോക നേതാക്കൾ ഉൾപ്പെടെ 2 ലക്ഷം പേർ പോപ്പിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ പോപ്പായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച ലോക നേതാക്കൾ. 3 ദിവസമായി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഭൗതിക ശരീരത്തിൽ 2 ലക്ഷത്തോളം പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ശനിയാഴ്ച വിപുലമായ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് ശവസംസ്കാരം ആരംഭിച്ചത്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. 220 കർദിനാൾമാരും 750 ബിഷപ്പുമാരും 4000-ലധികം മറ്റ് പുരോഹിതന്മാരും കാർമ്മികത്വം വഹിച്ചു. ചടങ്ങ് 90 മിനിറ്റ് നീണ്ടുനിന്നു. സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് വത്തിക്കാനിലും റോമിലും ഒരുക്കിയിരുന്നത്. ഇനി 15-20 ദിവസത്തിനു ശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവ് വത്തിക്കാനിൽ തുടങ്ങും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാകിസ്ഥാൻ വ്യോമപാത അടച്ചതോടെ UAE-യിലേക്ക് സർവീസ് നടത്തുന്ന ഇന്ത്യൻ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നു. യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി എയർലൈനുകൾ. ഡൽഹിയിൽ നിന്നും ഇന്ത്യയുടെ വടക്ക് ഭാഗങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വിമാനങ്ങൾക്കാണ് കൂടുതൽ സമയം യാത്രയ്ക്ക് വേണ്ടിവരുന്നത്. ഇതോടെ വിമാന ടിക്കറ്റ് നിരക്കും വർദ്ധിക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് താൽക്കാലികമാണ്. വിമാന ടിക്കറ്റ് നിരക്കിൽ 8 മുതൽ 12% വരെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടിയെന്ന നിലയിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തി വഴി പോകേണ്ട എല്ലാ വിമാനങ്ങളും വഴിമാറ്റിവിടുമെന്ന് ആകാശ എയർലൈൻ വ്യക്തമാക്കി. സ്പൈസ് ജെറ്റും യാത്രക്കാർക്ക് ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനങ്ങൾ മറ്റു പാതകൾ സ്വീകരിക്കുമെന്ന് വിമാന കമ്പനി വ്യക്തമാക്കി. യാത്രാസമയം കൂടുന്നതിനാൽ ഈ വിമാനങ്ങളിൽ കൂടുതൽ ഇന്ധനം നിറയ്ക്കേണ്ടി വരുമെന്നും എന്നാൽ വിമാനങ്ങളുടെ യാത്രാസമയത്തിൽ കാര്യമായ മാറ്റം വരില്ലെന്നും സ്പൈസ് ജെറ്റ് അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ വിമാനങ്ങളും വൈകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മുന്നേറാൻ ദുബായ്. പുതിയ AI അക്കാദമി പ്രഖ്യാപിച്ച ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ. മറ്റു പല മേഖലകളിലും എന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തും ദുബായ് മുന്നേറാൻ ഒരുങ്ങുകയാണ്. AI വിദ്യാഭ്യാസം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന മേഖലയായി അതിനെ വികസിപ്പിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് അക്കാദമി കൊണ്ടുവരുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ദുബായ് AI വീക്കിലാണ് AI അക്കാദമിയുടെ ലോഞ്ചിംഗ് പ്രഖ്യാപനം നടന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന സ്ഥലമായി ദുബായിയെ മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. കൃത്രിമ ബുദ്ധിയുടെ വൈവിധ്യപൂർണമായ പ്രയോഗങ്ങളും സർക്കാർ, വിദ്യാഭ്യാസം, സമൂഹം എന്നിവയിലുടനീളം അത് വാഗ്ദാനം ചെയ്യുന്ന അവസരങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന മേഖലയിലെ സംരംഭങ്ങളെ ദുബായ് തുടർന്നും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുബായ് ഇന്നൊവേഷൻ ഹബ്ബിൽ സ്ഥിതി ചെയ്യുന്ന AI ക്യാമ്പസിന്റെ ഭാഗമാണ് ദുബായ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അക്കാദമി. AI പരിശീലനത്തിന്റെ ഭാഗമായി വിവിധ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളും AI കോഴ്സുകളും അക്കാദമി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ ഹജ്ജ് വിസക്കാർക്ക് മാത്രമേ മക്കയിൽ താമസം അനുവദിക്കുകയുള്ളൂ എന്ന് ടൂറിസം മന്ത്രാലയം. ടൂറിസം ട്രാവൽ ഏജൻസികൾക്കും മക്കയിലെ താമസ കെട്ടിട ഉടമകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഹജ്ജ് ഇതര വിസക്കാർക്ക് മക്കയിൽ താമസത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ മാസം 29 മുതൽ ഹജ്ജ് സീസൺ അവസാനിക്കുന്നതുവരെയാണ് വിലക്ക്. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഹജ്ജ് വിസയിലെത്തുന്നവർക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും മാത്രമേ താമസ സൗകര്യം ഒരുക്കാവൂ എന്നാണ് നിർദ്ദേശം. ഉംറ വിസയിലുള്ളവർ 29-നകം മക്ക വിടണമെന്നും അറിയിപ്പുണ്ട്. നിയമലംഘകർ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.